ഹായ് കൂട്ടുകാരെ, ഇന്ന് അടിപൊളി ഒരു ചെറുപയറും കപ്പയും കൂടെയുള്ള ഒരു പുഴുക്കിൻ്റെ വീഡിയോ ആണ്. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചെറുപയർ കഴുകി, ആവശ്യത്തിന് ചെറുപയർ എടുത്തിട്ട് കഴുകി നമ്മൾ കുക്കറിലോട്ട് ഇടുക. അപ്പോൾ കപ്പയ്ക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞളും ഉപ്പും കൂടെ ഇടുക. ഞാനിപ്പോൾ മുളക് പൊടി ഇടുന്നില്ല, ഞാൻ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ കുക്കറിൽ ചെറുപയറിട്ട് അത് വേവിക്കാൻ അവിടെ വെച്ച് അത് വേവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, കപ്പയുടെ തോലൊക്കെ മാറ്റി അത് കട്ട് ചെയ്ത് കഴുകി എടുക്കണം. ഈ കപ്പയും നിങ്ങൾക്ക് വേറൊരു കുക്കറിലും വേവിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം വാർത്ത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, പാത്രത്തിൽ വെള്ളം എടുത്ത് വെള്ളം നമ്മൾ തിളക്കിയല്ലേ, തിളച്ച് വന്നതിന് ശേഷം കപ്പ അതിലോട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കപ്പയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് എന്ന് പറഞ്ഞാൽ ഒതുക്കിയെടുക്കണം, തേങ്ങ ഒതുക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ തേങ്ങ ഒതുക്കിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ച് തേങ്ങയും ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ജീരകമല്ലേ, നല്ല ജീരകം, അതും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അപ്പം നമ്മളെ കപ്പേൻ്റെ വെള്ളമൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാൻ കപ്പ അതിലോട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം, കുക്കറിലിട്ടിട്ട് വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചെറുപയറൊക്കെ ഇവിടെ വെന്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ വെള്ളം വാർത്ത കപ്പയില്ലേ, അത് ഇതിലോട്ട് ഈ ചെറുപയറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരപ്പുണ്ടാക്കി വെച്ചില്ലേ, തേങ്ങ ഒതുക്കി വെച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, അപ്പോൾ കൂടുതൽ ഡ്രൈ ആയിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയോ എന്താണോ ഇതിന് കുറവ് എന്ന് തോന്നുന്നത് വെച്ചാൽ, ഉപ്പോ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യുക, അത് മാറ്റി വെക്കുക. അത് അത്രേ അതിൻ്റെ പണിയുള്ളൂ. ഇനി നമുക്കിതിനൊരു വറവിട്ട് കൊടുക്കണം. വറവിട്ട് കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണം, തേങ്ങാക്കൊത്ത്, അതേപോലെ തന്നെ വറ്റൽ മുളക്, കടുക്, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്. അപ്പം ഇത്രയാണ് നമുക്ക് വറവിന് വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായ ശേഷം ഇതെല്ലാം വറവിലോട്ടിടുന്നു. ആദ്യം കടുകിടുന്നു, വറ്റൽ മുളക് ഇടുന്നു, തേങ്ങാക്കൊത്തിടുന്നു, പിന്നെ ഉള്ളി ഇടുന്നു. അതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമ്മളത് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ നമ്മളെ ഈ പുഴുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് ഇതിന് കൂടെ കൂട്ടാൻ മീൻകറി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ ഒരു മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മുളകും ഉള്ളിയും പുളിയും ഒക്കെ ഇട്ട് നമ്മൾ മുളക് ചുട്ടെടുത്തിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ബൈ.